പാറ്റകളുടെ പേരിൽ നടത്തിയ രാജ്യവിരുദ്ധ സമരത്തെ സഹായിച്ച ഒത്താശ ചെയ്ത മലയാളികൾക്ക് പണി ഉറപ്പാണ്. ദില്ലി പോലീസ് അതിശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. സുപ്രീം കോടതി അത്തരം നടപടികൾ നിയമാനുസൃതം എടുക്കാമെന്ന് പറഞ്ഞു. 18 വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കുക, മുൻകാല കുറ്റകൃത്യങ്ങളിൽ പങ്കെടുത്തവരുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടികൾ തുടരാം എന്ന് പറഞ്ഞു. പക്ഷേ ഇത് മറ്റൊരു തലത്തിലുള്ള കേസാണ്. അതായത് രാജ്യത്തിന് പുറത്തു നിന്ന് സാമ്പത്തിക സഹായം കൊടുക്കുക. ഇപ്പോൾ ജുനൈദ്, ഉത്തർപ്രദേശുകാരനായ ജുനൈദ് ഇപ്പോൾ നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടു. അയാൾ 37 ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ബിരിയാണി, വൈകുന്നേരം കച്ചോരിയോ പച്ചോടിയോ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ, രാത്രി വിഭവസമൃദ്ധമായ ഡിന്നർ, ഇങ്ങനെ 37 ദിവസം കൊടുത്തു. 5000 പേർക്കാണ് ഈ മൊബൈൽ സർവീസ് സെൻറ്റർ നടത്തുന്ന ജുനൈദ് സംഭാവനയായി ഭക്ഷണം കൊടുത്തത്. ഇതേ ജുനൈദ് ഷഹീൻ ബാഗിൽ CAA വിരുദ്ധ സമരം നടക്കുമ്പോഴും ഇതുപോലെ ഭക്ഷണം കൊടുത്തു. എന്തിന്? ദില്ലിയിൽ കർഷകർ ട്രാക്ടർ ഓടിച്ച് നടത്തിയപ്പോഴും ചെയ്തു. അയാളെക്കുറിച്ച് അന്വേഷിക്കുകയാണ്. അയാളെക്കുറിച്ച് മാത്രമല്ല, ഒരുപാട് പേരെക്കുറിച്ച് വേറെയും അന്വേഷണമുണ്ട്. അതിൽ കുറേ മലയാളികളും പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം, നമ്മുടെ നിലമ്പൂർ ഷാജി വലിയ പ്രസ്ഥാനമാണ് കേട്ടോ. കേരളത്തിലെ 3-4 ജില്ലകളിൽ ടാറ്റയുടെ വാഹനങ്ങളുടെ കച്ചവടമുണ്ട്. തിരുവനന്തപുരത്തും കോഴിക്കോട്ടുമൊക്കെ ഹോട്ടൽ ശൃംഖലകളുണ്ട്. പിന്നെ ഒരുപാട് എന്തോ സിഗരറ്റ് ബിസിനസ്സൊക്കെ ഉണ്ടെന്ന് ആരോ പറയുന്നത് തൊട്ട്, മാഞ്ചസ്റ്റർ എന്തൊക്കെയോ പറയുന്ന പേരിലുള്ള, അറിയില്ല, ആധികാരികത അറിയില്ല. അപ്പോൾ ഒരുപാട് ആളുകൾ ഗൾഫിൽ നിന്നുൾപ്പെടെ വിളിക്കുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ എന്ന് പറഞ്ഞിട്ട്. അതൊന്നും നമുക്ക് പ്രേക്ഷകരോട് പറയാൻ പറ്റില്ല, കാരണം നമുക്കറിയാത്ത കാര്യങ്ങളാണ്. ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ നിന്ന് 2 ഡസൻ ആളുകളെ, കേരളത്തിൽ നിന്നുള്ളവരെ, മലയാളികളെ ഡൽഹിയിലേക്ക് അയച്ചു. സമരത്തിൽ പോയി പങ്കെടുക്കാൻ വേണ്ടി അയച്ചു. ഒരുപക്ഷെ ഇതിനു മുമ്പ് നമ്മുടെ രാജ്യത്ത് കേട്ടുകഴിവില്ലാത്തൊരു കാര്യമാണ്. ഇത് മാത്രമല്ല, മോദിയോട് വിരോധമുള്ള, ഇപ്പോൾ FCRA ലംഘനമൊക്കെ വരുന്നത് കൊണ്ട് മോദിയോട് വിരോധമുള്ള ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട് കേട്ടോ. പക്ഷേ ക്രിസ്ത്യാനികൾക്കൊക്കെ ഒരുപാട് വിദേശത്തെ കമ്പനികളുമുണ്ട്. അവരാരും പോയി സമരം ചെയ്യടാ, മോദിയെ മറിച്ചിട്ടിട്ട് പാടാ എന്ന് പറഞ്ഞ് ആളുകളെ പറഞ്ഞു വിട്ടില്ല. കാരണം അവർക്ക് രാജ്യത്തോട് കൂറുണ്ട്. ഇപ്പം മതമൊക്കെ പറയുമ്പോൾ ഈ നമ്മുടെ അച്ഛന്മാരും ബിഷപ്പുമാരൊക്കെ ശകലം പുട്ടടിച്ചോട്ടെ എന്നൊക്കെ കരുതി, അതുകൊണ്ട് വല്ല FCR ഒക്കെ മേടിച്ച് ഇവന്മാർ നക്കാപ്പിച്ച കിട്ടി കഴിഞ്ഞോട്ടെ എന്നൊക്കെ പറയുന്ന ക്രിസ്ത്യാനികളുണ്ട്. എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയുന്നുണ്ട്, എടേ അവന്മാരൊക്കെ ജീവിച്ച് പോട്ടടേ, ഞങ്ങൾക്കൊന്നും ഒരു പ്രയോജനമില്ല, ഇവന്മാർക്ക് ഇങ്ങനെ സുഖിച്ച് തിന്ന് കൊഴുത്ത് ജീവിക്കണ്ടേ, അതിന് കാശ് വേണം, അതിനാണ് FCRA എതിർക്കുന്നത്, FCRA ഭേദഗതിയെ എതിർക്കുന്നത് എന്നൊക്കെ പറയുന്ന എൻ്റെ അച്ചായൻ സുഹൃത്തുക്കളുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ആരാണ് ഈ ഷാജി നിലമ്പൂർ എന്ന അംബ്രിക്ക എന്താണ് അതിൻ്റെ പേര്, അങ്ങനെ എന്തോ ആണ്, അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ നിന്ന് മാത്രമാണ് ഇങ്ങനെ ആളുകൾ വന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ ക്രിസ്ത്യാനികൾ ആരും അയച്ചിട്ടില്ല. കാരണം അതിനകത്തൊരു ഘടകം മതമാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മഹാഭൂരിപക്ഷത്തിനും അവസരം കിട്ടിയാൽ മോദിയുടെ സർക്കാരിനെ വീഴിക്കണം. ഇത്തവണ പാറ്റകളുടെ സമരം നടക്കുമ്പോൾ ഇത്തവണ പണി പാളും, വീഴും എന്ന് പറഞ്ഞിട്ടാണ് ഈ 23 പേരെ ഒറ്റ അയച്ചത്. അവരുടെ സർവ്വജലവും വഹിച്ച് വിമാന ടിക്കറ്റും ഹോട്ടലും 3 സ്റ്റാർ ഹോട്ടലിലെ താമസവും അൺലിമിറ്റഡായിട്ട് സമരം തീരുന്നത്, മോദി വീഴുന്നത് വരെ, രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് വരെ സമരിച്ചിട്ട് വന്നാൽ മതിയിട എന്ന് പറഞ്ഞ് വിട്ടതാണ്. വന്നിറങ്ങിയപ്പോൾ സമരം തീർന്നുപോയി. എന്താ പിന്നെ ഇവിടം വരെ വന്നതല്ലേ, നാട്ടിൽ പോയി അപ്പനെ അമ്മയെ ഒന്ന് കണ്ടിട്ട് വാ എന്ന് പറയാനുള്ള സാവകാശമൊന്നും മുതലാളി കൊടുത്തില്ല. അടുത്ത വണ്ടിക്ക് തിരിച്ചു പോരാൻ പറഞ്ഞു. നന്നായി കേട്ടോ, ഇല്ലെങ്കിൽ ചിലപ്പോൾ പൊക്കിയെടുത്തുകൊണ്ട് പോയനെ. അവിടെ നിൽക്കട്ടെ. ഇതുപോലെ ഖത്തറിൽ നിന്ന്, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പേർ പണം അയച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പണം അയച്ചു കൊടുത്തവരുടെ ഡീറ്റെയിൽസ് ഇപ്പോൾ പോലീസ് തപ്പിക്കൊണ്ടിരിക്കുക. ഡൽഹി പോലീസ് നമ്മൾ വിചാരിക്കുന്ന കളിയൊന്നുമല്ല കേട്ടോ. കേരള പോലീസിനെയൊക്കെ അപേക്ഷിച്ച് കേരള പോലീസ് മോശമെന്നല്ല ഞാൻ പറഞ്ഞത്. കാരണം ഡൽഹി രാജ്യ തലസ്ഥാനം ഇരിക്കുന്ന സ്ഥലം കൂടി ആയതുകൊണ്ട് അവർക്ക് ഏറ്റവും ആധുനികമായ സാങ്കേതിക വിദ്യയും സംവിധാനങ്ങളും കയ്യിലുണ്ട്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ സുരക്ഷ എന്ന് പറയുന്നത് ഡൽഹി പോലീസിൻ്റെ കൂടെ കയ്യിലാണ്. രാജ്യ തലസ്ഥാനമാണല്ലോ. അതുകൊണ്ട് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയും സംവിധാനങ്ങളും ഫണ്ടും ഒക്കെ ഡൽഹി പോലീസിനുണ്ട്. അതുപയോഗിച്ച് ഡൽഹി പോലീസ് അടപടലം പൂട്ടാൻ പോവുകയാണ്. അടപടലം പൂട്ടാൻ പോകുന്നതിന് ഒന്നാമത്തെ കാര്യം, ഞാൻ അന്വേഷിച്ചപ്പോൾ ഡൽഹിയിലുള്ള നമ്മുടെ ചില സോഴ്സുകളുമായിട്ട്, ഇവിടെ ഒരു താടിക്കാരൻ അച്ചായൻ പറഞ്ഞ പോലെ, ഞാൻ പാകിസ്ഥാൻ കരസേനാ മേധാവിയെ വിളിച്ചു, ഇന്ത്യൻ സൈന്യത്തലവനെ വിളിച്ചു, അദ്ദേഹം പറഞ്ഞു നമ്മുടെ 7 വിമാനങ്ങൾ വീണിട്ടുണ്ട്, കഷ്ടമായി പോയി എന്ന് എന്നോട് പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറയാനുള്ള ശേഷിയൊന്നും എനിക്കില്ല. ആളെ മനസ്സിലായല്ലോ. അതുകൊണ്ട് നമുക്ക് ലോക്കൽ സംഭവങ്ങളുള്ളൂ. ഡൽഹിയിലുള്ള ഒരാളെ വിളിച്ചു, ഡൽഹി പോലീസിലുള്ള ഒരാൾ നമുക്ക് പരിചയക്കാരൊക്കെ ഉണ്ട്. ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ചില കാര്യങ്ങൾ നീക്കിയിട്ടുണ്ട്. നീക്കിയെന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം നടപടി ഉണ്ടാകുന്നത് UAE-യുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമ്മുടെ അംബ്രിക്കയുടെ മുതലാളി ഇരിക്കുന്ന സ്ഥലം,
ആ UAE-യുമായി ബന്ധപ്പെട്ടിട്ട് ചില കാര്യങ്ങളുണ്ട്. നമുക്ക് അവിടെ ആളുകളെ കുറ്റവാളിയെ പരസ്പരം കൈമാറാനുള്ള കരാർ 1 വർഷം വരെ ശിക്ഷിക്കപ്പെടാവുന്ന കേസുകളിൽ പ്രതിയായാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികളെ വിട്ടുകൊടുക്കാമെന്ന് ഇന്ത്യയും UAE-യും തമ്മിൽ കരാറുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ അത് വെച്ചും മാത്രമല്ല MLAT എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കരാറും നമ്മൾ ഒപ്പുവെച്ചിട്ടുണ്ട്. ഈ മോദിയുടെ ഒരു കാര്യം കേട്ടോ, ഒരു തരത്തിലും ഇവിടെ ഇന്ത്യക്കിട്ട് പണിതിട്ട് ഗൾഫിൽ പോയി ജീവിക്കാൻ സമ്മതിക്കത്തില്ല. MLAT എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ അസിസ്റ്റൻസ് ട്രീറ്റിയാണ്, പരസ്പരം സഹായിക്കുന്ന സംവിധാനം. ക്രിമിനൽ കേസുകളുടെ കാര്യത്തിൽ സമൻസ് അയക്കാം, ചോദ്യം ചെയ്യാം, സ്റ്റേറ്റ്മെൻ്റ് എടുക്കാം, മൊഴിയെടുക്കാം. ഇതിനുള്ള അവസരം പരസ്പരം കൊടുക്കാമെന്ന് സംഭവിച്ചിട്ടുണ്ട്. അത്തരമൊരു കരാറുണ്ട്. അതുകൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെ ചോദ്യം ചെയ്യാനും പിടിക്കാനൊന്നും ആരും വരത്തില്ല എന്ന് കരുതുന്നത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അങ്ങനെ ഒരു കേസുണ്ടെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് ഒഫീഷ്യലി ആവശ്യപ്പെട്ട സ്വത്തുക്കൾ കണ്ടുകെട്ടാം. ദുബായിലുള്ള സ്വത്തുക്കൾ, UAE-യിലുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടാം, പാസ്പോർട്ട് പിടിച്ചു വെക്കാം, തീർന്നില്ല, ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യാം. ഇങ്ങനെയൊക്കെയുള്ള വകുപ്പുകളുണ്ട്. ഈ വകുപ്പുകളൊക്കെ പ്രയോഗിക്കും എന്നാണ് ലഭിക്കുന്ന വിവരം. മലയാളികൾ മാത്രമല്ല കേട്ടോ, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇവരെ സഹായിച്ചിട്ടുള്ള ആളുകൾ. പറയുമ്പോൾ ഒന്നും തോന്നരുത്, മഹാഭൂരിപക്ഷവും ഏതാണ്ട് എല്ലാവരും മുസ്ലിങ്ങളാണ്. മതമാണ് പ്രശ്നം. മോദിയെ ഒന്ന് വീഴിക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ ചാകര പോലെ വിനിയോഗിച്ചതാണ്. ഏതായാലും ഇപ്പോൾ അബുദാബിയിലെ ഇന്ത്യൻ എംബസി ജോയിൻറ്റ് കമ്മിറ്റി ഓഫ് കോൺസുലർ അഫയേഴ്സ് എന്ന് പറയുന്നൊരു മീറ്റിംഗ് നടക്കാറുണ്ട്. ആ മീറ്റിങ്ങിൽ ഈ പ്രശ്നം ഉന്നയിച്ചിട്ട് ഓൾറെഡി തയ്യാറാക്കിയിട്ടുള്ള പട്ടിക കൈമാറി അവിടെയുള്ള ആളുകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ഉള്ള നടപടികൾ എടുക്കാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. കേസ് CBIക്ക് വിട്ടിട്ടുണ്ട്. CBI ഇതേക്കുറിച്ച് പ്രാഥമികമായ അന്വേഷണം നടത്തും. അതിൻ്റെ പ്രൊസീജിയർ അങ്ങനെയാണ്. കാരണം നമ്മുടെ ഡൽഹി പോലീസിന് പറ്റില്ല, CBIക്ക് കൈമാറണം. ഇത്തരം ആളുകളുടെ ഡാറ്റ CBIക്ക് കൈമാറിക്കഴിഞ്ഞാൽ CBI ആണ് ഇന്ത്യയിലെ ഇൻ്റർപോളിൻ്റെ ഘടകം. അതുകൊണ്ട് CBI അത് ഇൻ്റർപോളിൻ്റെ UAE-യിലെ ഘടകത്തിൽ കൈമാറിക്കഴിഞ്ഞാൽ അതിന് ഒഫീഷ്യൽ സ്വഭാവം വന്നു. പിന്നീട് അവിടെ സമാനമായിട്ടുള്ള UAE-യിലുള്ള ഇൻ്റർപോളിൻ്റെ അവിടുത്തെ ഘടകം ഇതിൻ്റെ പ്രൊസീഡിങ്സ് നീക്കിക്കഴിഞ്ഞാൽ ഇവരെ നാട്ടിലേക്ക് വിടാനുള്ള നടപടികൾ വരെ ആയേക്കും എന്ന് പറയുന്നു. ഇതാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പോൾ പണ്ടത്തെ പോലൊന്നും അല്ല കേട്ടോ. ഇത്തവണ മോദിയും അമിത്ഷായും ഇത്തിരി കലിപ്പിച്ചാണ് പണി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം സുപ്രീം കോടതിയിലേക്ക് പോയിട്ട് നിലവിളിച്ചല്ലോ. ആദ്യം പറഞ്ഞു സുപ്രീം കോടതി ചുമ്മാ എന്നിട്ട് പറഞ്ഞു ഈ വീഡിയോ ഒന്ന് കാണണേ. കോടതി പറഞ്ഞു വീഡിയോ കാണാനോ, ഒന്ന് പോടാവേ, വേറെ പണിയുണ്ട്, ഇവിടെ എത്ര കേസുകളിരിക്കുന്നു. ഉടനെ സുപ്രീം കോടതി വീഡിയോ കാണാൻ സമ്മതിച്ചില്ല. ഇവിടെ അങ്ങനെ രാവിലെ ഇവിടുത്തെ മൊബൈലും ബുക്ക് ഇത് കണ്ടിട്ട് ഷക്കീലയുടെ പുതിയ പടം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കാണാതിരിക്കുകയാണ് സുപ്രീം കോടതി? അല്ല, സുപ്രീം കോടതി ഒരു കേസ് പരിഗണിക്കെങ്കിൽ അതിന് ഹർജി വേണം, ഒരു പെറ്റീഷൻ വേണം. പെറ്റീഷൻ ഇല്ലാതെ ഏതെങ്കിലും വക്കീൽ ഇതാ വീഡിയോ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ പോടെ സമയം കളയാടെ എന്ന് പറയും. അതാണ് നടന്നത്. അത് സുപ്രീം കോടതി അത് വലിയ വിവാദമാക്കി. സുപ്രീം കോടതി കുട്ടികളുടെ കണ്ണീർ കാണുന്നില്ല, യാതന കാണുന്നില്ല. അപ്പോൾ സുപ്രീം കോടതി പിറ്റേ ദിവസം വേറൊരു കേസ് പരിഗണിച്ചാൽ പറഞ്ഞു ഇവിടെ ഇങ്ങനെ ആരാണ്ടൊക്കെ പറയുന്നുണ്ട്, ഞങ്ങളുടെ മുന്നിൽ ഒരു കടലാസും ഇല്ല, കടലാസില്ലാതെ ഒരു പണിയും ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയാണ് നിയമം. എന്നാൽ പിന്നെ സുപ്രീം കോടതി ഇങ്ങനെ രാവിലെ എണീറ്റ് ഇന്ത്യയിൽ എന്തൊക്കെ നടക്കുന്നു ടെലിവിഷൻ നോക്കുക, ചാനൽ നോക്കുക, എന്നിട്ട് സുപ്രീം കോടതി സ്വമേധയാ അങ്ങോട്ട് വിധി പുറപ്പെടുവിച്ചാൽ മതിയോ? അങ്ങനെയല്ലല്ലോ, പ്രൊസീജിയർ അങ്ങനെയല്ലല്ലോ. ഏതായാലും അതെല്ലാം കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താ, ഒരളവും ഇല്ല, അക്രമം നടത്തിയവർക്കെതിരെ നടപടി തുടരാം. വിദ്യാർത്ഥികളുടെ സമരം സമാധാനപരമായിരുന്നു എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അക്രമകാരികളെ പോലീസ് പിടികൂടുന്നതിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? അറസ്റ്റിലായതിൽ 99.25% ഭാഗവും വിദ്യാർത്ഥികളല്ല, ക്രിമിനൽസാണ്. അപ്പോൾ പറയുകയാണ് അവരെല്ലാം മുസ്ലിമുകളാണ്. അതാണ് നമ്മുടെ ഈ പുള്ളിക്കാരൻ നിലമ്പൂർ ഷാജിയെ ആളെ വിട്ടതുപോലെ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ആളുകൾ വന്നു. ഇപ്പം വീഴും മോദി, ഇപ്പം വീഴിക്കുക. ഇത് സമരം പാറ്റ ഇവിടുന്ന് ഒരുത്തം പോയില്ല, അംജദ് അലി പാറ്റ എന്ന് പറഞ്ഞാൽ അന്ത്യകാലത്തിൻ്റെ എന്തോ അടയാളമാണ്. ഇപ്പം മോദി വീഴുന്നുള്ള വിവരം എനിക്ക് കിട്ടി, അതുകൊണ്ട് ഞാൻ പോയതാണെന്ന് മനോരമ ചാനലിൽ പറഞ്ഞ വയനാട്ടുകാരൻ അംജദ് അലി. അതുപോലെ ഇപ്പം മോദി ഇത്തവണ പാറ്റ സമരത്തിൽ വീണു എന്ന് കരുതി സഹായിച്ച ആളുകൾക്കെല്ലാം പണി വരിക. എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് ഉണ്ട്. അവിടെ പങ്കെടുത്ത മുഴുവൻ പേരുടെയും കയ്യിൽ മൊബൈൽ ഉണ്ടായിരുന്നു, അവിടെ ക്യാമറകൾ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്. എല്ലാം വെച്ചിട്ട് നടപടികൾ വളരെ അതിവേഗത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിദേശത്ത് നിന്ന് വന്ന
ജുനൈദിനെ പിടിച്ചുകൊണ്ടുപോയി ജുനൈദിൻ്റെ 4 മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ തന്നെ ഏതിൽ നിന്നെല്ലാം എവിടെ നിന്നെല്ലാം പണം വന്നു എന്നതിൻ്റെ ഏകദേശ ധാരണ കിട്ടിയിട്ടുണ്ട്. മലയാളികൾ വായിച്ചു കൊടുത്തിട്ടുണ്ടാവും. കാരണം കേന്ദ്ര സർക്കാരിനെതിരെ നടന്ന എല്ലാ സമരങ്ങളിലും ജുനൈദ് കഞ്ഞി വിളമ്പിയിട്ടുണ്ട്. കഞ്ഞിയല്ല കേട്ടോ, കഞ്ഞി എന്ന് പറയുന്നത് കുറച്ചിലായി പോകും. കാരണം ഹൈ ക്വാളിറ്റി ഫുഡാണ് കൊടുത്തത്, ഹൈ ക്വാളിറ്റി ഫുഡാണ് കൊടുത്തത്, പാക്കേജ്ഡ് ഡ്രിങ്കിങ് വാട്ടറും ഉൾപ്പെടെ എല്ലാം. അപ്പോൾ ഇതിനകത്ത് ജുനൈദിൻ്റെ നിലവിളി കണ്ടില്ലേ, ജുനൈദിനെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയൊക്കെ ബഹളം വെക്കുന്നുണ്ട്. പക്ഷേ വേറെ കാര്യമുണ്ട്, ഒരു മൊബൈൽ സർവീസ് സെൻറ്റർ നടത്തുന്ന ആൾക്ക് ഒരു ദിവസം മിനിമം 5000 പേർക്ക് 37 ദിവസം 4 നേരം 5 നേരം ഭക്ഷണം കൊടുക്കാനുള്ള പൈസ എവിടുന്ന് വന്നു? ഈ ചോദ്യം ന്യായമല്ലേ? പറഞ്ഞാൽ മതി, ഇന്ന ആളുകൾ കാശ് തന്നു എന്നൊരു കണക്കങ്ങോട്ട് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. ജുനൈദിൻ്റെ പാട്ടിൽ പോവാം, ഈ പൈസ കൊടുത്തവന്മാരുടെ പിന്നാലെ ഡൽഹി പോലീസ് പോയിക്കോളും. ഏതായാലും കാര്യങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ഇത്തവണ ചില മലയാളികൾക്ക് ഇതുമായി ബന്ധപ്പെട്ടും പണി കിട്ടും. ഏതാണ്ട് 126ഓളം മലയാളികളുടെ ഫിംഗർ പ്രിൻറ്റ്സ് അടക്കം സ്ഥലത്ത് നിന്ന് ഡൽഹി പോലീസിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലിരിക്കുന്ന പലർക്കും, കേരളത്തിലല്ല, ഇനി കേരളത്തിന് പുറത്ത് താമസിക്കുന്ന, ഡൽഹി താമസിക്കുന്ന കുറേ മലയാളി സഖാക്കന്മാരുണ്ടല്ലോ, അവരും ഉണ്ടാവും. അവർക്കൊക്കെ ഉൾപ്പെടെ അവരുടെ പിന്നാലെ ഡൽഹി പോലീസ് പതുക്കെ വരും, ഇന്നല്ലെങ്കിൽ നാളെ വരും. പിന്നെ ദുബായിലൊക്കെ ഇരിക്കുന്ന, UAE ഇരിക്കുന്ന ആളുകൾക്ക് ഒരു സാവകാശം കിട്ടും. കാരണം ഇത് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി. ഇപ്പോൾ കണ്ടില്ലേ, പോപ്പുലർ ഫ്രണ്ടിലെ ചില ആളുകൾ എയർപോർട്ടിൽ ദില്ലി വിമാനത്താവളത്തിൽ വന്നിറങ്ങുമ്പോൾ NIA പിടിച്ചുകൊണ്ട് പോകുന്നു. തിരിച്ചിങ്ങോട്ട് വരേണ്ടതാണ്. കയ്യിലിരിക്കുന്ന പാസ്പോർട്ട് നിങ്ങളുടെ അല്ല, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയാണ്. അതെ, പാസ്പോർട്ടിലുണ്ട് അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രോപ്പർട്ടിയാണെന്ന്. അത് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കഴിയും. ഇവിടെ വന്നിട്ട് വളരെ കൂളായിട്ട് നിങ്ങളുടെ പാസ്പോർട്ട് അങ്ങ് ക്യാൻസൽ ചെയ്താൽ എന്താ വഴി? പിന്നെ തിരിച്ചു പോകാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യണം, കോടതിയിൽ പോകണം. കോടതിയിൽ പോയി കഴിഞ്ഞാൽ മിനിമം ഹൈക്കോടതി പോകണം. ഹൈക്കോടതി പോയാൽ പിന്നെ സുപ്രീം കോടതി വരെ പോവാം. ഹൈക്കോടതി വിധി നടപ്പാക്കിയില്ലെങ്കിലോ, സർക്കാർ വേണമെങ്കിൽ അതിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്താലോ, ഇട്ട് വലിപ്പിക്കാനാണ് വലിപ്പിച്ച് പണ്ടടക്കം പറ്റും. അത് ഇക്കാലം അത്രയും ചെയ്തില്ല നരേന്ദ്രമോദി എന്നതാണ് നരേന്ദ്രമോദിയോട് കേരളത്തിലെ ഉൾപ്പെടെ സംഘികൾക്കുള്ള പരാതി. ആ പരാതി പരിഹരിക്കാൻ മോദി തീരുമാനിച്ചിരിക്കുന്നു എന്നതിൻ്റെ സൂചനകൾ ഇപ്പോൾ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് പേർ കൂടും കുടുക്കയൊക്കെ എടുത്ത് ഇങ്ങോട്ട് വരേണ്ടി വരും. ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ അംബ്രിക്ക എന്ന് തന്നെയാണോ, എന്തെങ്കിലും ആട്ടെ, നിലമ്പൂർ ഷാജിയുടെ കമ്പനിയിലെ ജീവനക്കാർ ഉൾപ്പെടെ ഒരുപാട് പേർ ഈ സമരത്തിന് പ്രത്യക്ഷമായും പരോക്ഷമായും സാമ്പത്തികമായും സഹായം ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ ഡീറ്റെയിൽസ് കേന്ദ്ര സർക്കാരിൻ്റെ പക്കലുണ്ട്, ഡൽഹി പോലീസിൻ്റെ പക്കലുണ്ട്. പതുക്കെ സാവകാശം മുട്ടിന്ന് തീ പിടിച്ചു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് നോട്ടീസ് വന്നില്ല, നാളെ നോട്ടീസ് വന്നില്ല എന്ന് പറഞ്ഞ് സമാധാനിക്കേണ്ട. പറന്ന് തിരിച്ച് വന്ന് കരിപ്പൂരിലെയോ കൊച്ചിയിലെയോ തിരുവനന്തപുരത്തെയോ കണ്ണൂരെയോ അല്ലെങ്കിൽ ബാംഗ്ലൂരെയോ അതുമല്ലെങ്കിൽ ഡൽഹിയിലോ വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്ന ആ ദിവസം ഉണ്ടല്ലോ, ആ ദിവസം ഒരു പണി ഉറപ്പാണ്. ഇത്തവണ വളരെ കാര്യമായി തന്നെ പണി കൊടുക്കാൻ അമിത്ഷാ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ കുറേയൊക്കെ എനിക്കറിയാം, കുറേ കാര്യങ്ങൾ പറയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ബാക്കി വരട്ടെ, വരുന്ന മുറയ്ക്ക് പറയാൻ സമയമാകുന്ന സമയത്ത് നമുക്കത് പ്രേക്ഷകരോട് പറയാം. നമ്മുടെ കൂടെ സഞ്ചരിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ ഉറപ്പായിട്ടും ഇപ്പോൾ തന്നെ ചെയ്യണേ.